ഫസ്റ്റ് ലുക്കില്, അതിനുശേഷം സ്മെല്ലില്, പിന്നെ സിപ്പ് ചെയ്ത്, പിന്നെ സിപ്പ് ചെയ്തതിന് ശേഷം ഉള്ള കാര്യങ്ങൾ. ഇത് ഞാൻ സ്പാർക്ലിംഗ് വൈനാണ്. നമ്മൾ അവിടെ കണ്ടില്ല താഴെ ആ ബോട്ടിൽ തിരിച്ച് സ്പുമാന്റെ ബ്രൂത്ത് കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഇതിനകത്ത് 1 ലിറ്ററിൽ 3% ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ട്. ഇത് ബ്രൂത്ത് കാറ്റഗറി 24 months കോണ്ടാക്ട് വിത്ത് ഈസ്റ്റ് അങ്ങനെ ഉള്ളത്. ഇനി ഹൗ ടു ടേസ്റ്റ് വൈൻ നമ്മൾ പറഞ്ഞ ലുക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്. അത് നമുക്ക് ഒരു വൈൻ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ മൂക്ക്, നാക്ക്, അതുപോലെ നമ്മുടെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഇരിക്കുന്ന അമ്പിയൻ്റെ ഒരുപാട് രുചി വരാൻ പാടില്ല. പിന്നെ അതുപോലെ വൈനിൻ്റെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു സ്പാർക്ലിംഗ് വൈനാണ്. ഒരു 5-6 ഡിഗ്രി, മാക്സിമം 7 ഡിഗ്രിയിൽ ഈ വൈൻ സൂക്ഷിക്കാവുള്ളൂ. ഈ ടെമ്പറേച്ചറിലാണ് ഈ വൈൻ ശരിക്കും നമുക്ക് ഓപ്പൺ ആവുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ഒരാൾ നമ്മൾ കാപ്പി, ചായ, സ്പൈസി ഫുഡ് നമ്മൾ ഒഴിവാക്കണം പരമാവധി. കാരണം നമ്മുടെ നാവും മൂക്കും വായിലും ഉള്ള കളിയാണ് മൊത്തം പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വൈൻ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് 8 ഡിഫക്റ്റ് വരെ വരാം. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലയന്റുകൾക്ക് നമ്മൾ ടേസ്റ്റിംഗ് സമയത്ത് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവരത് അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെപ്പോലെ തന്നെയാണ്. അവർ ഈ വൈനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്കറിയാം നമ്മൾ എന്ത് ഡിഫക്റ്റ് ഉള്ള വൈൻ കൊടുത്താൽ അവർക്കപ്പോൾ അറിയത്. അപ്പൊ ഈ ഡിഫക്റ്റുകൾ കണ്ടുപിടിച്ച് അത് ഇല്ലാത്ത സാധനമാണ് അവർക്ക് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുവാണ് വൈൻ എങ്ങനെയാണുള്ളത്. നമ്മൾ ലുക്കിൽ കണ്ടുപിടിക്കുന്ന ആദ്യം വൈൻ ക്ലിയർ ആണോ നോക്കണം. അതായത് എന്തെങ്കിലും പൊടിയോ, വൈൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഒരു പൊടിയോ പടലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വൈൻ ലിംപിതമായിരിക്കും എപ്പോഴും. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിന്റെ കളർ കണ്ടുപിടിക്കുന്നത്. കളർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ നമ്മൾ ഈ കളർ വെച്ച് നോക്കുകയാണ്. ഇതൊരു ജാലോ പല്ലേരിയനുമാണ്. ജാലോ വൈറ്റ് വൈനാണ്, സ്പാർക്ലിംഗ് വൈനാണ്. അതിന്റെ കളർ അപ്പൊ അത് പല ടൈപ്പ് കളറുകളുണ്ട്. വെർദോണിനും ഉണ്ട്, മീഡിയം ജാലോ ഉണ്ട്, ദൊറാക്കോ ഉണ്ട്, അങ്ങനെ പല കളർ. അപ്പൊ ആ കളർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം കളറിന്റെ ഇന്റൻസിറ്റി നമ്മൾ മനസ്സിലാക്കും. അതായത് ഈ സെന്റർ ഭാഗത്തുള്ള കളറിന്റെ ഇന്റൻസിറ്റി. അതിനുശേഷം ഇപ്പൊ ഒരു വൈറ്റ് വൈൻ ഇച്ചിരി പഴകിയതാണെങ്കിൽ ഈ ജാലോ കളർ എന്നുള്ളത് കുറച്ചുകൂടെ അമ്പാസമാവും, ഡീപ്പ് മോഡേൺ ആവും. അപ്പൊ അത് നമുക്കത് വൈൻ ടേസ്റ്റ് ചെയ്താൽ അതിന്റെ കളർ കണ്ടിട്ട് നമുക്ക് ഇച്ചിരി പഴകിയ വൈനാണ് എന്നൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ട് കളറിന്റെ കാര്യം നോക്കിയിട്ട് പിന്നെ നമ്മൾ സ്മെല്ല് ചെയ്യുകയാണ്. സ്മെല്ല് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂക്കുമായിട്ട് 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ സ്മെല്ല് ചെയ്യുകയാണ്. അപ്പൊ ആ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ഞാനിത് കറക്കരുത് ഒരിക്കലും. നമ്മൾ സ്പാർക്ലിംഗ് കറക്കരുത് ആരുടെ മുമ്പിലും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. സ്പുമാന്റെ ഗ്യാസ് വൈൻ ഒരിക്കലും കറക്കരുത്. നമ്മൾ കറക്കിയാല് ഇതിനകത്തുള്ള പെട്ടെന്ന് ഇതിനകത്ത് ഗ്യാസ് പുറത്തോട്ട് പോകും. അതുകൊണ്ട് മറ്റു വൈനൊക്കെ കറക്കണം, എന്നാൽ മാത്രമേ അതിനകത്ത് ഓക്സിജൻ കയറി ഓപ്പൺ ആവുക. ഗ്യാസ് വൈൻ നമ്മൾ എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മുക്കിലോട്ട് വെച്ച് സ്മെല്ല് നോക്കുക, കറക്കരുത് ഒരിക്കലും. അപ്പൊ 5 സെന്റിമീറ്ററിൽ ഇതിന്റെ ഡിസ്റ്റൻസിൽ നമുക്ക് ഇതിന്റെ സ്മെല്ല് കിട്ടുന്നൊക്കെ നോക്കുക. അപ്പൊ ഈ വൈൻ കിട്ടുന്നുണ്ട് 5 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ സ്മെല്ലിൽ ഈ വൈൻ ഇന്റൻസിറ്റി ആവുന്ന വൈനാണത്. ഇനി പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് വൈൻ ക്ലീൻ ആണോ നോക്കണം. അതായത് സ്മെല്ല് ക്ലീൻ ആണ്, എന്തെങ്കിലും മോശമായിട്ടുള്ള സ്മെല്ലുകളുണ്ടോ നോക്കുക. അപ്പൊ അതുമില്ല, കാരണം വൈൻ സ്മെല്ലില് ഓക്കെയാണ്. കാരണം എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്മെല്ലിൽ പെട്ടെന്ന് ഈ നമ്മൾ സിഗ്നൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മണത്ത് പോവുകയും അവർ ഓപ്പൺ ചെയ്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫംഗസ് ഉണ്ട് ഈ ടാപ്പില്. ഈ ടാപ്പ് ഫംഗസ് ഈ വൈൻ, കാരണം വൈൻ എപ്പോഴും നമ്മൾ നിങ്ങളല്ല അവിടെ ഉള്ളത് എല്ലാം ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ വൈൻ ഏജ് ചെയ്യണമെങ്കിൽ വൈൻ സൂക്ഷിക്കുന്ന കോണ്ടാക്റ്റുമായിട്ട് ഈ കോർക്കുമായിട്ട് വൈൻ കോണ്ടാക്ട് ചെയ്തിരിക്കണം, എങ്കിലേ വൈൻ ഏജ് ചെയ്യാൻ സഹായിക്കുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരു ഫംഗസ് ഉണ്ട്. ഈ ഫംഗസ് ഈ വൈനെ കളയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ടാപ്ഡ് വൈൻ എന്നാണ് പറയുന്നത്. സരി ടാപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു നനഞ്ഞ കാട്ടൺ ബോക്സിന്റെ ഒരു അതിനകത്ത് പല ഫ്ലേവേഡിനും നഷ്ടപ്പെട്ടിട്ട് ഒരു മൂഫയുടെ ഒരു നനഞ്ഞ കാട്ടൺ ബോക്സിന്റെ ഒരു ഫ്ലേവേഡായി. അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള ഈ വൈനെ കളയും. അപ്പൊ അത് നമുക്കത് ഇത് ജസ്റ്റ് ഇത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇത് മണത്തൊക്കെ അറിയാൻ പറ്റും. കാരണം ഇതിനൊക്കെ വൈൻ്റെ മണമാണ്. ടാപ്പിഡ് വൈൻ ശരിക്കും ഒരു ഞാൻ മൂക്കയുടെ കാട്ടൺ ബോക്സിന്റെ ഒക്കെ മണം. ഇത് വൈൻ മണം. അപ്പൊ ഇത് വൈൻ പെർഫെക്റ്റ് ആണ്, ടാപ്പിൽ കുഴപ്പമില്ല.
അതിനുശേഷം നമ്മൾ ഇനി ഇത് ജസ്റ്റ് സിപ്പ് ചെയ്യുവാണ്. സിപ്പ് ചെയ്യുമ്പോഴത്തേനും അല്ല സോറി ഇതിനകത്ത് ക്യാരക്ടറുകൾ കണ്ടുപിടിക്കും. പ്രൈമറി സെക്കൻഡറി ക്യാരക്ടറുകൾ നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് കറക്റ്റ് ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ട് എങ്ങനെ ചെയ്ത് വൈറ്റമിൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യും. അതിനുശേഷം വെക്കുന്നു. അപ്പൊ തന്നെ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക. അപ്പത്തേനും അതിന്റെ ആ സ്മെല്ല് പുറത്തോട്ട് വരുന്നുണ്ടോ ജസ്റ്റ് ഷേക്ക് ചെയ്യുമ്പോഴത്തേനും വ്യത്യാസം കണ്ടുപിടുന്നു. ഈ സമയത്ത് നമ്മൾ ഇതിന്റെ പ്രൈമറി ക്യാരക്ടറുകൾ കണ്ടുപിടിക്കും. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഫ്രൂട്ട്സിന്റെ അപ്പൊ അത് എന്ത് ഫ്രൂട്ടാണ് കണ്ടുപിടിക്കുന്നത് നമ്മള് കാര്യങ്ങൾ. ഇതിനകത്ത് എന്തിന്റെ ഫ്രൂട്ട്സിന്റെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, പൂക്കള്, എന്തിന് പൂക്കളിന്റെ കിട്ടുന്നുണ്ടോ? ഒന്ന് ഫിയോർദി അക്കാച്ച, അതായത് ഈ ഇല്ല അത് ഞാൻ പറഞ്ഞത് ഷാർഡോണെ ഗ്രേപ്പ് അതിത് വരുന്നതാണ്. ഇതിനകത്ത് 60 ഞാൻ പറഞ്ഞില്ല 60 സംജവേസ ഉണ്ട്, 20 പീനട്ട് ഉണ്ട്, 20 ഷാർഡോണ ഉണ്ട്. ഷാർഡോണെ വൈറ്റ് വൈൻ ഗ്രേപ്പ് ആണത്. അപ്പൊ അതിനകത്ത് നിന്ന് വരുന്ന ആ ഒരു അതിന്റെ സ്കിന്നിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്ലേവറാണത്. അത് ആ ഫെർമെന്റേഷൻ സമയത്ത് വിലുപ്പാര ചെയ്യുന്നതാണ് ഈ ഫ്ലേവറുകളെല്ലാം. അപ്പൊ അതിനകത്തുള്ള ഫ്ലേവറുകൾ പിന്നെ ഫിയോർദി അക്കാച്ചുണ്ട്, പിന്നെ ബ്ലസംസ് എന്ന് പറഞ്ഞാൽ സംജവേസ ഗ്രേപ്പിൽ കിട്ടുന്നതാണ്. ആ രണ്ട് ഫ്ലേവറുകളാണ്. പിന്നെ ഉള്ള ഫ്രൂട്ട്സിന്റെ ഏതെങ്കിലും ഫ്രൂട്ട്സിന്റെ സ്മെല്ലുകൾ എല്ലാം കിട്ടുന്നത്. അതായത് വൈറ്റ് വൈനിൽ എപ്പോഴും വൈറ്റ് ഫ്രൂട്ട്സും റെഡ് വൈനിൽ റെഡ് ഫ്രൂട്ട്സും കിട്ടുന്നത്. ആഡ് ചെയ്യുന്നില്ല, അത് ആ ഫെർമെന്റേഷനിൽ കിട്ടുന്നതാണ്, ഉണ്ടാകുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെയും അതുപോലെ ഫ്ലവറിന്റെയും സ്മെല്ല് ആപ്പിളിന്റെ പോലെ ഉണ്ടോ? ഗ്രീൻ ആപ്പിൾ, അതാണ് ഗ്രീൻ ആപ്പിൾ ഉണ്ട്. പിന്നെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആണ്, അതായത് ബനാന, മാംഗോ, പൈനാപ്പിള്, ഈ വകയായിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് ഇതിനകത്തുള്ളത്. അതല്ലേ ഈ ഷാർഡോനെ ബേസ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഉള്ളത് പിന്നെ എന്ത് ഫ്ലേവറാണ് കിട്ടുന്നത്? റോജനൊന്നും കിട്ടുന്നില്ല. റോജ ബാബുനൊന്നും കിട്ടുന്നില്ല. പിന്നുള്ളത് ഈസ്റ്റിന്റെ ബ്രെഡ്, ബട്ടർ. അല്ലെ ഞാൻ ഫ്രൂട്ട്സിലേക്ക് പോയോണ്ട് ഈസ്റ്റിലേക്ക് വരാൻ കേട്ടോ. ഈസ്റ്റ്, ബ്രെഡ്, ബട്ടർ, ടോസ്റ്റഡ് ബ്രെഡ്. പിന്നെ ഉള്ളത് ഡ്രൈ ഫ്രൂട്ട്സ്. എല്ലാം ഉണ്ട്. നീ പറയുമ്പോ എല്ലാം ഉണ്ട്. അതായത് നമ്മുടെ മാന്തൂറിലെ ഇതൊക്കെ കിട്ടുന്നതാണ്. ബിസ്ക്കറ്റിന്റെ കിട്ടുന്നുണ്ടെന്ന്, പക്ഷെ എനിക്ക് പറയാൻ നാണമായിരുന്നു. ബിസ്ക്കറ്റ് ഇത് നമ്മളത് ടേസ്റ്റ് ചെയ്യുക. ടേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്യുക. ഞാൻ ചെയ്യുന്നത് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞത് ചെയ്യാം. ഇറക്കിയ കുഴപ്പമുണ്ടോ? ഇറക്കി എന്തോ ഒരു വികാരം. അതായത് നമ്മളിത് ചെയ്യുമ്പോഴത്തേനും ഇതിനകത്തുള്ള ഫ്ലവേറുകള് നമ്മുടെ ആ മൂക്കിൽ കിട്ടിയതെല്ലാം നമുക്ക് വാരി കിട്ടണം. മൂക്കിൽ കിട്ടിയ ഫ്ലവേറുകൾ നമ്മൾ വാരി കിട്ടണം. എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ ഡിസ്ക്വാളിഫൈ ആണ്. ശരി. അപ്പോൾ അത് വാരി കിട്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് ഈ വൈൻ്റെ സോഫ്റ്റ്നെസ് ആണ്. ഈ വൈൻ നമ്മുടെ വായിൽ കറങ്ങണം ശരിക്കും. വൈൻ സ്മൂത്തായിട്ട് കറങ്ങണം. അപ്പൊ നമ്മൾ അത് ആ ഒരു അളവ് വെക്കുവാണ്. മീഡിയം, ഹൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെക്കുവാണ്. അതിനുശേഷം ഇതിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് തിരിക്കുവാണ്.
ലെഫ്റ്റ് ഭാഗം റൈറ്റ് ഭാഗം. അതിൽ ഫസ്റ്റ് ഭാഗമാണ് ഞാൻ പറഞ്ഞ സോഫ്റ്റ്നെസ്. പിന്നെ ഉള്ളത് ഇതിനകത്തുള്ളത് ഇതിന്റെ അസിഡിറ്റി.